മഹാശനി മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. മാർച്ച് 29-നാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇടവം, മകരം, തുലാം ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു ശനിമാറ്റം കൊണ്ടുതരുന്നത് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമായിരിക്കും. നമസ്കാരം, എല്ലാവർക്കും ഭദ്രേ നാരായണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ഭദ്രേ നാരായണ. എല്ലാവരുടെ ജീവിതത്തിലും കാണും ഒരു ദുരിതകാലം. കഷ്ടപ്പാടുകൾ ഒഴിയാതെ പിന്തുടരുന്ന ഒരു സമയം. ദൈവമേ, ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ എന്തു തെറ്റാ ഞാൻ ചെയ്തത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന പലർക്കും 7.5 ശനി കാലമായിരിക്കാം നടക്കുന്നത്. ഈശ്വര വിശ്വാസികൾ ഏറ്റവും ഭയക്കുന്ന സമയമാണ് 7.5 ശനി സമയം, കണ്ടക ശനി സമയം. മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ക്ലേശങ്ങൾ 7.5 ശനിക്കാലത്ത് ഒഴിയില്ല. ആ ഒരു സമയത്ത് മടിയും മനസ്സംഘർഷവും തർക്കങ്ങളും വിട്ടുമാറില്ല. ആ ഒരു സമയത്ത് കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, ശത്രുദോഷം, കുടുംബത്തിലെ മുതിർന്നവരുടെ വിയോഗം, അങ്ങനെ പല തരത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. എന്താണ് 7.5 ശനി എന്ന് നോക്കാം. നിങ്ങളുടെ ചന്ദ്രരാശി മീനം എന്ന് കരുതുക. ശനി കുംഭത്തിലെത്തുമ്പോൾ, അതായത് 12-ലെത്തുമ്പോൾ 7.5 ശനി ആരംഭിക്കും. ഏകദേശം 2.5 കൊല്ലം കഴിയുമ്പോൾ ശനി മീനം രാശിയിലായിരിക്കും. ഇതിന് ജന്മശനി എന്ന് പറയുന്നു. വീണ്ടും 2 വർഷം കഴിഞ്ഞാൽ ശനി അവിടെ നിന്ന് മേടത്തിലേക്ക് മാറും. ഇതിനെ 2-ലെ ശനി എന്ന് പറയും. 12-ലെ ശനി ചെലവ് വർദ്ധിപ്പിക്കും. കയ്യിൽ വരുന്ന പണം എങ്ങനെ പോയെന്ന് അറിയാനാകില്ല. യാത്രാ ദുരിതവും വേണ്ടപ്പെട്ടവരുടെ വിയോഗ ദുഃഖവും ഇക്കാലത്ത് അനുഭവിക്കേണ്ടി വരും. ജന്മശനി ഏറെയും ബാധിക്കുന്നത് ആരോഗ്യത്തെയാണ്. ഈ ഒരു സമയത്ത് നമ്മളെ തേടിയെത്തുന്ന പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ വഴി നമുക്ക് ചീത്തപ്പേരുകൾ ഉണ്ടായേക്കാവുന്നതാണ്. പലരിൽ നിന്നും നമ്മുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ചന്ദ്രരാശിയുടെ 2-ൽ ശനി വരുന്നത് കുടുംബത്തെ ദോഷകരമായി ബാധിക്കും. ആഹാരത്തിന് വേണ്ടിയും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെടും. നമ്മുടെ ശുഭാപ്തി വിശ്വാസം ചോർന്നു പോകും. നമ്മുടെ ശുഭാപ്തി വിശ്വാസം തകർന്നു പോകും. നമ്മുടെ ആത്മാഭിമാനത്തിന് കോട്ടങ്ങൾ വരും. ഇതൊക്കെയാണ് 7.5 ശനിക്കാലത്ത് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ. ഞാനിവിടെ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിലൂടെ പലരും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. 7.5 ശനി സമയത്ത് ശനിയുടെ മാറ്റം പ്രത്യേകമായ നേട്ടങ്ങൾ കൊണ്ടുവരും. ഇടവം, മകരം, തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും ഈ ഒരു കാലം. ഏറെ കാലങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. ജോലിയിൽ പ്രമോഷൻ കിട്ടിയേക്കാം. ബിസിനസ്സിൽ ലാഭങ്ങൾ ലഭിക്കും. എതിരാളികളെ തോൽപ്പിക്കാനും കുടുംബ ബന്ധങ്ങൾ വളരെ മെച്ചപ്പെടുത്താനും കഴിയുന്നതായിരിക്കും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കുടുംബങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്നതായിരിക്കും. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കുറെ കാലമായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് പുതിയ ജോലികൾ നേടാൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാനും വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവുന്നതായിരിക്കും. കറക്റ്റ് ആ ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ജാതകം കൂടി നോക്കിയാല്, അതിലെ ഗ്രഹനിലകളും സ്ഥാനങ്ങളൊക്കെ നോക്കിയാല് കറക്റ്റ് ഫലം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്തുള്ള ഒരു ജ്യോത്സ്യനെ ഈ ഒരു ജാതകം കാണിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്നത് വളരെ നല്ലതായിരിക്കും. ശനിയുടെ അനുഗ്രഹം നിലനിർത്താൻ ശനീശ്വരന് പൂജകൾ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതാണ്. സ്വന്തം സുഖ സൗകര്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ ക്ഷേമവും പരിഗണിക്കുക. കഴിയുന്നിടത്തോളം സഹായം നൽകുക. പഞ്ചമുഖ രുദ്രാക്ഷം ധരിക്കുന്നതും വളരെ നല്ലതാണ്. അയ്യപ്പ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും അയ്യപ്പനെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ 3 രാശിക്കാർക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള നല്ലൊരു അവസരമാണ്. എല്ലാവരും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഭദ്രേ നാരായണ.